നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പൂരുരുട്ടാതി നക്ഷത്രം. ഈ നക്ഷത്രത്തിന്റെ പൊതു സ്വഭാവം കുംഭം രാശിയിലും മീനൻ രാശിയിലും, കുംഭൻ രാശിയിൽ ആദ്യം 3 പാദവും മീനം രാശിയിൽ അവസാന പാദവും വരുന്ന ഈ നക്ഷത്രത്തിന്റെ പൊതു സ്വഭാവങ്ങൾ എന്തെല്ലാം പ്രാർത്ഥനകളാണ് 2025 ഇവർ ചെയ്യേണ്ടത്, എന്തൊക്കെ ഗുണഫലങ്ങളാണ് ഇവരെ തേടിയെത്തുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി നക്ഷത്രത്തിന്റെ പൊതു സ്വഭാവം. ഒരു വശത്തെ കട്ടിൽക്കാല് പോലെ അകന്നു കിടക്കുന്ന 2 നക്ഷത്രങ്ങളാണ് പൂരുരുട്ടാതി. നക്ഷത്ര ദേവത അജൈകാപാത്. 2 തലകളുള്ള പുരുഷൻ. ഇതാണ് ഈ നക്ഷത്രത്തിന്റെ ചിഹ്നം. മാനുഷിക മൂല്യങ്ങളെ വിലമതിച്ചുകൊണ്ട് ശുഭപ്രതീക്ഷയും ആധ്യാത്മിക ചിന്തയും വെച്ചു പുലർത്തുന്ന ഇവർ സത്യത്തിനും ആത്മാർത്ഥതയ്ക്കും പരിഗണന നൽകും. സംഭാഷണ പ്രിയരും ചഞ്ചല മനസ്കരുമെങ്കിലും വിദ്യ കൊണ്ട് പണം നേടാനുള്ള മിടുക്ക് ഇവരിൽ കാണപ്പെടും. സ്ത്രീകൾക്ക് ഉയർന്ന നിലയിലുള്ള പതിയെ ലഭിക്കും. അവർക്ക് കുലീനതയും സമ്പന്നതയും ഉണ്ടാകും. സാധുശീലരും ലളിത മനസ്കരുമായിരിക്കും. ബുദ്ധിയും ശക്തിയും കൂടുതലായിരിക്കും. ദൈവഭക്തി, ഗുരുഭക്തി ഇവയ്ക്ക് കുറവ് വരികയില്ല. മറ്റുള്ളവർ പറയുന്നതെന്തും കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമെങ്കിലും സ്വന്തം ഇഷ്ടമനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുവാനോ ബുദ്ധിമുട്ടുവാനോ യാതൊരു മടിയും ഉണ്ടായിരിക്കില്ല. എന്നാൽ പലരിൽ നിന്നും തിക്ത അനുഭവമായിരിക്കും ഇവർക്ക് ലഭിക്കുക. പെട്ടെന്ന് കോപിക്കുകയും അതേ വേഗത്തിൽ തന്നെ ശാന്തരാവുകയും ചെയ്യും. പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളുവാനും അവതരിപ്പിക്കുവാനും ശ്രമിക്കും. ഏതു കാര്യത്തിനു വേണ്ടിയും ശക്തമായ നീക്കം നടത്തുവാനും അതിൽ അടിയുറച്ച് പ്രവർത്തിച്ച് വിജയിക്കുവാനും ഇവർക്ക് സാധിക്കും. ഈശ്വര വിശ്വാസത്തിന് കുറവുണ്ടായിരിക്കുകയില്ല. എന്നാൽ മാമൂലുകളിൽ വിശ്വാസം കുറവായിരിക്കും. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തത പുലർത്തുകയും ആരെയും ആകർഷിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമകളായിരിക്കും. ആഡംബര ജീവിതം, സുഖഭോഗ തൃഷ്ണ ഇവരിൽ ഉണ്ടാകും. വിഷയാസക്തി ഉണ്ടാകും. തന്മൂലം ചില ആരോപണങ്ങളും കേൾക്കുവാൻ ഇടയാവും. ജനിച്ച വീടും കുടുംബവും ഉപേക്ഷിച്ചു പോകുവാൻ സാധ്യതയുണ്ട്. കുടുംബവുമായി അടുപ്പം കുറയാനും മാതൃഗുണം കുറഞ്ഞിരിക്കുവാനും യോഗം കാണുന്നു. പിതാക്കന്മാർ പൊതു ജനസമ്മതിയുള്ളവരായിരിക്കും. ധനപരമായ നേട്ടത്തെക്കാൾ മറ്റുള്ളവരുടെ സ്നേഹ ബഹുമാനങ്ങൾക്ക് പ്രാധാന്യം നൽകി പ്രവർത്തിക്കുവാൻ ഇഷ്ടപ്പെടും. സ്വന്തം പ്രയത്നത്താൽ വളരാൻ ആഗ്രഹിക്കും. ആരെയും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കും. മിതവ്യയ ശീലവും കാണിക്കും. കലാപരമായ അഭിരുചികളും ഉണ്ടാകും. കുടുംബഭരണത്തിൽ അതീവ ശ്രദ്ധാലുവായിരിക്കും. ശോഭനമായ വിവാഹ ജീവിതമായിരിക്കും. ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞു പെരുമാറുന്ന ജീവിത പങ്കാളിയെ ലഭിക്കും. സന്താന ഗുണം ഉണ്ടാകും. സാമ്പത്തികത്തിനും കുറവുണ്ടാവുകയില്ല. കലാരംഗം, അധ്യാപനം, വ്യാപാരം, നിയമം എന്നീ രംഗങ്ങളിൽ വിജയിക്കും. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് നിഷ്കളങ്കമായ ഭർതൃഭക്തിയും സൗന്ദര്യവും ലാളിത്യവും ഉണ്ടാകും. കുടുംബഭരണത്തിൽ ഇവർ അതീവ ശ്രദ്ധയുള്ളവരായിരിക്കും. സന്താനങ്ങളിൽ നിന്നും പലവിധ ഗുണഫലങ്ങളും അനുഭവിക്കുവാൻ ഇവർക്ക് യോഗം കാണുന്നു. കുംഭം രാശിയിൽ ജനിച്ചവരുടെ രാശിനാഥൻ ശനീശ്വരൻ. പൂരുരുട്ടാതിയുടെ അവസാന പാദം മീനൻ രാശിയിൽ ജനിച്ചിരിക്കുന്നതിനാൽ അവരുടെ രാശിനാഥൻ ഗുരുവാണ്. പൂരുരുട്ടാതി നക്ഷത്രം മനുഷ്യഗണമാണ്. ഇവർ വ്യാഴദശയിലാണ് ജനിച്ചിരിക്കുന്നത്. അപ്പം രാശിനാഥനെയും ദശാനാഥനെയും പ്രാർത്ഥിക്കുന്നത് മൂലം ഇവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരും.
വ്യാഴദശയിൽ ജനിക്കുന്ന ഇവർ വ്യാഴം, ശനി, ബുധൻ ഇങ്ങനെ പോകുന്നു, കേതു, ശുക്രൻ ഇങ്ങനെ പോകുന്നു ഇവരുടെ ദശാകാലം. ഇനി 2025 ഇവർക്ക് എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. ഉന്നതരായ വ്യക്തികളിൽ നിന്നും പലവിധ സഹായങ്ങളും ഉണ്ടാകും. എല്ലാ കാര്യങ്ങളെയും വിമർശന ബുദ്ധിയോടെ വിലയിരുത്തുന്നതാണ്. രാഷ്ട്രീയ പ്രവർത്തകർ നേതൃസ്ഥാനത്ത് എത്തപ്പെടും. ദൂരസ്ഥലത്ത് നിന്നും പ്രോത്സാഹജനകമായ കത്തുകൾ ലഭിക്കുന്നതാണ്. പൊതുപ്രവർത്തകർ മറ്റുള്ളവരുടെ ആദരവിന് പാത്രമാവും. പതിക്കെ ചില്ലറ അസുഖങ്ങൾ ബാധിച്ചെന്ന് വരാം. ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകും. അത് ഉദ്യോഗത്തിൽ പലവിധ പ്രശ്നങ്ങൾ വന്നു ചേരുവാനുള്ള യോഗം കാണുന്നു. തീരുമാനിച്ചുറച്ച വിവാഹ കാര്യങ്ങൾ മുടങ്ങാനും സാധ്യതയുണ്ട്. സ്ത്രീകൾ മുഖേന അധിക ചിലവ് വന്നു ചേരും. ആവശ്യമായ തൊഴിലവസരങ്ങൾ തെളിഞ്ഞു വരും. ബിസിനസ് അഭിവൃദ്ധിപ്പെടും. സമൂഹത്തിൽ അപമാനിതരാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. മുറിവുകൾ, ചതവുകൾ തുടങ്ങിയ അപകടങ്ങൾ വരുവാൻ ഇടയുണ്ട്. ഉദ്യോഗത്തിൽ പ്രമോഷൻ ലഭിക്കും. മാസത്തിന്റെ ആദ്യ പകുതിയിൽ മാനസിക സുഖം കുറവായി. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ മാനസിക സുഖം കുംഭം രാശിക്കാർക്ക് കുറവായിരിക്കും. മീനൻ രാശിക്കാർക്കും ഇതേ അവസ്ഥ തന്നെയാണ്. സ്നേഹജനങ്ങളെ സംബന്ധിച്ച് അസന്തുഷ്ടമായ വാർത്തകൾ കേൾക്കുവാനിടയുണ്ട്. കാലപ്പഴക്കം ചെന്ന് നിൽക്കുന്ന കേസുകളിൽ പ്രതികൂലമായ അവസ്ഥയും ഉണ്ടായെന്ന് വരാം. പ്രതികൂല പരിസ്ഥിതിയെ അതിജീവിച്ച് തൊഴിൽ രംഗത്ത് പുരോഗതി വന്നു ചേരും. പലതരം സുഖഭോഗങ്ങൾ അനുഭവിക്കുവാൻ അവസരമുണ്ടാകും. സേവന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തി വിജയിക്കും. ബിസിനസ് കാര്യങ്ങളിൽ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകും. ഹർജികളും നിവേദനങ്ങളും മാനിക്കപ്പെടും. ഊഹക്കച്ചവടം, ഷെയർ എന്നിവയിൽ വരുമാനം ലഭിക്കും. പിതൃസ്വത്ത് അധീനതയിലാകുവാനും യോഗമുണ്ട്. വളരെ നാളുകളായി വെച്ചു പുലർത്തുന്ന ആഗ്രഹങ്ങൾ ഒന്നൊന്നായി സാധിച്ചു വരും. ബാങ്ക് ജീവനക്കാർക്ക് പ്രമോഷൻ ലഭിക്കും. കെമിസ്റ്റുകൾക്കും റിസർച്ച് വിദ്യാർത്ഥികൾക്കും ഈ സന്ദർഭം വളരെ അനുകൂലമായിരിക്കും. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. എല്ലാ രംഗത്തും കർമ്മകുശലത സിദ്ധിക്കും. ഡോക്ടർക്ക് പണവും പ്രശസ്തിയും വർദ്ധിക്കും. എഴുത്തുകളോ സംസാരമോ കാരണം ചെറിയ ശത്രുക്കളെ സൃഷ്ടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൂരദേശത്തുള്ള സന്താനങ്ങൾ വീട്ടിലേക്ക് വരുന്നതായിരിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാൻ ഇടയുണ്ട്. മേലധികാരികളുമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ പറഞ്ഞ് രമ്യതയിലെത്തും. പൂർവിക സ്വത്ത് പതുക്കെ പതുക്കെ അധീനതയിലാകും. ലേഖകന്മാർക്കും അനുകൂലമായ സമയമാണ്. എഴുത്തുകാർക്ക് പണവും പ്രശസ്തിയും വർദ്ധിക്കും. കലാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്നവർക്കെല്ലാം ഉന്നതി പ്രതീക്ഷിക്കാം. എല്ലാ രംഗങ്ങളിലും അധ്വാനിച്ച് പ്രവർത്തിക്കുന്നതോടൊപ്പം അല്പം തൻ പ്രമാണിത്വം പ്രദർശിപ്പിച്ചു എന്നും വരാം. പുതിയ ശൈലി ബിസിനസ്സിൽ ആരംഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് മെച്ചമായ പരീക്ഷാ വിജയത്തിനുള്ള യോഗം കാണുന്നു. പുതിയ വിജ്ഞാന ശാഖകളുമായി പരിചയപ്പെടുവാനുള്ള ശ്രമവും നടക്കും. പുതിയ വീടോ വാഹനമോ വാങ്ങാനുള്ള യോഗവും കാണുന്നു. കുടുംബജീവിതം അല്പം സന്തോഷപൂർണമായിരിക്കും. ചില നാശനഷ്ടങ്ങൾ വീട്ടിൽ വന്നു ചേരുവാൻ യോഗം കാണുന്നു. ബിസിനസ് ആവശ്യവുമായി ദൂരയാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം. വീടിനെ സംബന്ധിച്ച ചില കാര്യങ്ങളിൽ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സമയമാകുന്നു. കലാകാരന്മാർ, എഴുത്തുകാർ തുടങ്ങിയവർക്ക് ഇനിയും പുരോഗതി വരുവാനുള്ള യോഗം കാണുന്നു. കുടുംബ സ്വത്തിനെ പറ്റി അഭിപ്രായ വ്യത്യാസമുണ്ടാകാം. മാനസികമായ ഏകാഗ്രത ആവശ്യമുള്ള തൊഴിലുകൾ ഏറ്റെടുത്തുവെന്നും വരാം. വൈവാഹിക ജീവിതം സുഖകരമായിരിക്കും. വിവാഹത്തിന് പരസ്യങ്ങളെ ആശ്രയിച്ചെന്നും വരും.
ടെക്സ്റ്റൈൽ ഷോപ്പുകൾ ആരംഭിക്കുകയോ ഉള്ളവയെ പുതുക്കുകയോ ചെയ്യും. പൊതുവേ പറഞ്ഞാൽ 2025 സാമാന്യം ഭേദപ്പെട്ട ഒരു വർഷമായിരിക്കും. പറഞ്ഞിരിക്കുന്ന എല്ലാ ഗുണഫലങ്ങളും അനുഭവയോഗ്യമാകുന്നതിന് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, ദശാനാഥനായ വ്യാഴപ്രീതിക്കായി ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, അന്നദാനം നടത്തുന്നത്, അതുപോലെ തന്നെ ഗുരുക്കന്മാരെയും രക്ഷിതാക്കളെയും ഒക്കെ ആദരിക്കുകയും അവരോട് സ്നേഹമസൃണമായ രീതിയിൽ പെരുമാറുകയും ചെയ്യുമ്പോൾ എല്ലാ ഗുണങ്ങളും അനുഭവയോഗ്യമാവും. വ്യാഴാഴ്ചകളിൽ ഉപവാസം എടുക്കുന്നത്, ഗുരുവായൂർ ഏകാദശി, അതുപോലെ തന്നെ ഏകാദശി വ്രതം എടുക്കുന്നതൊക്കെ ഇവർക്ക് കൂടുതൽ കൂടുതൽ ഗുണഫലങ്ങൾ നൽകും. 2025 എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.